ഗോഡ്സ് ലവ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഓപ്പൺ എയർ മീറ്റിംഗായി ദേവദാസന്മാരോട് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ചേർന്ന് എൻ്റെ ദേശനിവാസികളോട് ചേർന്ന് എൻ്റെ കർത്താവിൻ്റെ ഒരു സാക്ഷ്യമായി നിൽപ്പാൻ എൻ്റെ ജീവിതത്തെ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന ദേശമാണ്. ഈ ദേശത്തിലെ ആദ്യമായി ഇങ്ങനെ കർത്താവിൻ്റെ സാക്ഷ്യമായി നിൽപ്പാൻ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഞാൻ ഈ ബിഷപ്പ് സ്കൂളിൽ 5 വർഷം പഠിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അല്ലെങ്കിൽ സുദേശത്തെ അല്ലെങ്കിൽ കർത്താവിനെ ഉയർത്തുവാൻ അല്ലെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ചില വർഷങ്ങളായി ഞങ്ങൾ കുടുംബമായി യുടെ പ്രദേശത്തിലായിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എന്നാൽ 2021 കോവിഡ് എന്ന മഹാമാരിയാൽ ഞാൻ ബാധിക്കപ്പെട്ടു. അല്ല മരണം മാത്രം നിങ്ങൾക്ക് എൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടേഴ്സിനെ കൈവിട്ടു. അല്ലെങ്കിൽ യോഗവൈദ്യന്മാരെല്ലാവരും കൈവിട്ടു. അല്ലെങ്കിൽ അങ്ങനെ ഒരു വെള്ളിയാഴ്ച പകൽ 5 മണിക്ക് രാവിലെ അല്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു വീഴുവാനിടയായി തീർന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ മരിച്ചു പോകുമെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എടുത്ത് കട്ടയിൽപ്പെടുത്തി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അനേക വായ്പത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനുണ്ട്. ദൈവത്തിൻ്റെ വായ്പത്വങ്ങൾ നിറവേറാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അല്ല പെട്ടെന്ന് ഞാൻ ദൈവത്തോടൊരു തീരുമാനമെടുത്തു. കർത്താവ് ഇനി എനിക്ക് ഒരായുസ് തരികയാണെങ്കിൽ, ഇനിയൊരു ജീവിതം തരികയാണെങ്കിൽ ഞാൻ നാട്ടിൽ കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാം. യേശു ജീവിക്കുന്ന ദൈവമെന്ന് പറയാമെന്ന് പറഞ്ഞു. ആ മരണത്തിൽ നിന്നേക്ക് യേശുവിനെ പൂർണ്ണമായി വിടുവിക്കാനിടയായി. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ കടന്നു വന്നു. നാട്ടിൽ സെറ്റിലാവാൻ ദൈവം ഇടയാക്കി. ഇന്നും ആരോഗ്യത്തോടെ ദൈവം നടത്തുന്നു. അല്ല യേശു വിടുവിക്കുന്ന ദൈവമാണ്. എന്നെ അയക്കുന്നിടത്തൊക്കെയും കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിലോ അല്ല അവൻ സൗഖ്യദായകനാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക. ഏത് രോഗത്തിനും മതിയായ ദൈവം യേശുവാണ്. അല്ല എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യൻ പാപിയാണെന്ന്. എന്നാൽ പാപത്തിന് ശാശ്വത പരിഹാരം തരുവാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ആദ്യം മാതാപിതാക്കൾ അനുസരണക്കേട് നിമിത്തം മാനവജാതി മുഴുവൻ പാപത്തിന് അധീനരായി തീർന്നു. പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് പാത്രഭൂതനായ സ്ഥാനത്ത് കേവലം യാഗങ്ങൾക്ക് അല്പമായ ശാശ്വതമായ പരിഹാരം കാണുവാൻ കഴിയാതിരുന്നപ്പോൾ ആ കാളകളെ മാറ്റിവിട്ടുന്നതിൻ്റെ യുദ്ധത്തിന് ശാശ്വതമായ പരിഹാരം കഴിയാതിരുന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയപ്പാനിടയായി. പാപിയായിരിക്കുന്ന എന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ദൈവജനം ഫിലിപ്പിയർ 2:6 ഇങ്ങനെ വായിക്കുന്നു. ദൈവ സ്വരൂപത്തിലിരിക്കുമ്പോൾ ദൈവാനുഭവത്തിലിരിക്കുമ്പോൾ തന്നെ മനുഷ്യന് സാദൃശ്യത്തിനായി വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. കാലസമ്പൂർണ്ണതയുടെ തികവില്ല കന്യകയുടെ മകനായി പരിശുദ്ധാത്മാവിൽ യേശു ഭൂജനായി ഇടയായി തീർന്നു. അങ്ങനെ 33 വയസ്സ് വരെ ഒരു സാധാരണ മനുഷ്യനെ പോലെ തൻ്റെ മാതാപിതാക്കളെ ബഹുമാനിച്ച് ജോലികൾ ചെയ്ത് ജീവിക്കാനിടയായി തീർന്നു. 33 വയസ്സിൽ എൻ്റെ നിങ്ങളുടെയും മാനവജാതിയുടെയും മുഴുവൻ പാപം പേറി അവൻ കാൽവറി യാഗമായി തീരുവാനിടയായി തീർന്നു. കാൽവറി ക്രൂശിൽ മരിച്ചത് പ്രിയ സഹോദര എനിക്കും നിനക്കും വേണ്ടി മാത്രമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി എന്നത് അവിടെ ആരംഭിപ്പാനിടയായി തീർന്നു. യേശു ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. റോമർ 10:9 വായിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയാൻ ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും. ഒരു ആചാരാനുഷ്ഠാനങ്ങൾ ആവശ്യമില്ല. കർമ്മമാർഗങ്ങൾ ആവശ്യമില്ല. നിങ്ങളുടെ പണം അതിനായി ചെലവഴിക്കേണ്ട കാര്യമില്ല. പിന്നെയോ നിങ്ങളുടെ ഹൃദയം യേശുവിനായി സമർപ്പിച്ചാൽ മതി. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. യേശുവേ നീ എൻ്റെ കർത്താവാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് നീ മരിച്ചത്. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ മകനായി മകളായി തീരുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും. ദൈവജനത്തിൽ ഇങ്ങനെ വായിക്കുന്നവരെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുത്തു. അതേ കാലങ്ങൾ പ്രസംഗിക്കുന്ന യേശു വെറും ക്രിസ്ത്യാനികളെ മാത്രം ദൈവമല്ല. ഏത് മതഭേദമന്യേ ജാതി ഭേദമന്യേ വർണ്ണവർഗ ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹവാനായ ദൈവമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു കാൽവരിൽ മരിച്ച് 3 ദിവസം കല്ലറിലിരുന്ന്